മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം, മട്ടന്നൂർ ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ആദ്യ ലീഗ് നേതാവ് മദിരാശി അബൂബക്കറിന്റെ മകൻ ഹാരിസ് കോടേരി പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. മുസ്ലിം ലീഗ് നേതൃത്വം കേവലം തെരഞ്ഞെടുപ്പ് വിജയം മാത്രം ലക്ഷ്യമാക്കി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുന്നതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതെന്ന് ഹാരിസ് തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് IP അഹമ്മദ്കുട്ടി മാസ്റ്ററെ പേര് പറയുന്ന ആളുകൾ തന്നെ പിന്താങ്ങാൻ എന്ന് പറയുന്നവര് ആ IP മാഷെ അവഹേളിച്ച് ജനറൽ ആയിട്ടൊരു സീറ്റിൽ മത്സരിച്ചിട്ട് ഏറ്റവും വലിയ അവഹേളനമാണ് IP കൊടുത്തത്. IP മാഷ കൂടെ ഒരുപാട് കാലം വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വളരെ അടുത്തറിയുന്ന ഒരാളാണ്. അപ്പൊ അവരെ അവഹേളിക്കാണെന്ന് പാർട്ടി ചെയ്തിട്ടുള്ളത്. ആ ചെയ്ത അതേ വാർഡിന്റെ തൊട്ടടുത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് കൊടുക്കുക. അപ്പൊ വോട്ട് കിട്ടാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരെയും മാറ്റിയിട്ട് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നത് ശരിക്കും ബിസിനസ് ആണ്. അതൊരു ബിസിനസ് സംരംഭമാക്കിയത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ചെയർപേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഇതിന് കൂട്ടുനിൽക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് 31-ാം വാർഡിലെ മുസ്ലിം ലീഗിന്റെ വാർഡ് കമ്മിറ്റി ഐക്യകണ്ഠേന അവിടെ ചെയർപേഴ്സണെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഈ ചെയർപേഴ്സണ് അവിടെ സീറ്റ് നൽകിയിട്ടില്ല. ഇപ്പൊ ചെമ്പ്രത്തെ അതേ അവസ്ഥയാണ്. അപ്പൊ പാർട്ടിയിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ അസ്വസ്ഥതരാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടോ അല്ലെങ്കിൽ SDPയുമായിട്ടോ BJPയുമായിട്ടോ കൂട്ടുകൂടാതെ നല്ല സത്യസന്ധമായ ആദർശം പുലർത്തിയിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷെ ആ പ്രസ്ഥാനത്തിനെ ഇന്ന് സ്വന്തം കാര്യങ്ങൾക്കും റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കും വേണ്ടിയിട്ട് കൊണ്ട് എത്തിച്ചതിൽ പ്രതിഷേധിച്ചിട്ട് എൻ്റെ പിതാവിനെ പോലുള്ളവർ ഉയർത്തിയ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വളരെ വിഷമത്തോടു കൂടി മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.